തന്ത്രപ്രധാനമായ യോഗം ദില്ലിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അമിത്ഷായുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ തന്ത്രപ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. DIG, NIA-യുടെ DIG അടക്കം പങ്കെടുക്കുന്നു. ജമ്മു കാശ്മീർ DGP അടക്കം പങ്കെടുക്കുന്ന ഈ യോഗം സുപ്രധാനമായ ചില വിലയിരുത്തലുകളിലേക്കും കണ്ടെത്തലുകളിലേക്കുമാണ് കടക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നത്. അഭിലാഷ്, തന്ത്രപ്രധാനമായ യോഗമാണ്. രാജ്യത്ത് അതീവ ജാഗ്രതയിലാണ്. അതിനിടയിലാണ് ഈ യോഗം നടക്കുന്നത്. അപകടം നടന്ന ശേഷം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമൊക്കെ ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. അപകടത്തിൽ ജീവൻ നഷ്ടമായവരോട് അനുശോചനം അറിയിച്ചിരുന്നു. അതിനപ്പുറം ഈ അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ വളരെ സുപ്രധാനമാണല്ലോ യോഗം. ഇതുവരെയുള്ള നിഗമനങ്ങൾ തീർച്ചയായും ഉദ്യോഗസ്ഥർ സർക്കാരിന് മുന്നിൽ അറിയിക്കും, ആഭ്യന്തരമന്ത്രിയെ അറിയിക്കും. അതിനുശേഷം ഒരു ഔദ്യോഗിക നിഗമനത്തിലേക്ക് എത്തുക, അതായിരിക്കുമോ ഇതിൻ്റെ ഘട്ടങ്ങൾ? തീർച്ചയായിട്ടും സജിത്ത്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അമിത്ഷായുടെ വസതിയിലേക്ക് ജമ്മു കാശ്മീർ DGP വിർച്വലായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഡൽഹി പോലീസ് കമ്മീഷണർ, NIA DG, അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു മീറ്റിംഗാണ്, ഒരു കൂടിക്കാഴ്ചയാണെന്ന് അമിത്ഷായുടെ അടുത്ത് നടക്കുന്നത്. ഇവർ തമ്മിൽ കൂടിക്കാഴ്ചയിൽ ഇതുവരെയുള്ള, അതായത് ഇന്നലെ 6:50 ഈ സംഭവം ഉണ്ടായതിന് ശേഷമുണ്ടായ കാര്യങ്ങളും അതുപോലെ അതിന് മുമ്പ് നടന്ന, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി 6:50 ഈ പൊട്ടിത്തെറിച്ച ഈ I-20 കാർ ഫരീദാബാദിൽ നിന്ന് 7:20 ഹരിയാനയിലെ ഫരീദാബാദിലെ വിവിധ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ഈ കാർ ഓടിച്ചു വന്ന ആ സമയമടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതുപോലെ ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ അമ്മയുടെ DNA സാമ്പിൾ എടുത്തതടക്കം ഉള്ള പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ആഭ്യന്തരമന്ത്രിക്ക് മുമ്പാകെ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കും. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരിക. മാത്രമല്ല, മറ്റ് 2 നിഗമനങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന്, ലഷ്കർ-ഇ തോയ്ബയുമായിട്ടുള്ള ബന്ധം. ഹാഫിസ് സയ്യിദ് ഇന്ത്യക്കെതിരെ ചില പദ്ധതികൾ ഇടുന്നു എന്നുള്ള ചില ഭീഷണി മുന്നറിയിപ്പുകൾ ഒക്ടോബർ 30 വന്നിരുന്നു. അക്കാര്യം ആഭ്യന്തരമന്ത്രിയുമായി സൂചിപ്പിക്കും. അതുപോലെ ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ഇവരുടെ കണക്ഷൻ, അതായത് ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന കണക്ഷൻസ്, അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ കാര്യങ്ങളിലെല്ലാം എന്ത് തരത്തിലുള്ള പ്രഖ്യാപനമാണ് പുറത്തു വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ആഭ്യന്തരമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഈ നിലവിൽ വലിയ രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആണ്, ഏറ്റവും നിർണായകമായ മീറ്റിംഗ് ആണ്. കാരണം ഇന്നലെ രാത്രി 6:50 മുതൽ ഇപ്പോൾ രാജ്യം നടുക്കത്തിലാണ്. രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും അതീവ ജാഗ്രതയിലാണ്. ഒരു ചെറിയ സംശയമുണ്ടെങ്കിൽ പോലും അവരെ ചോദ്യം ചെയ്യാനും അവരെ കസ്റ്റഡിയിലെടുക്കാനുമുള്ള ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതും രാജ്യത്തിൻ്റെ ഇനി ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കേണ്ടതും എന്നുള്ളതും ഈ ഒരു നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമിത്ഷാ സംസാരിക്കും. അതിനുശേഷമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് പുറത്തു വരിക. എന്തായാലും നമ്മൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്നലേക്ക് ആദ്യം വിചാരിച്ചതുപോലെ ഇതൊരു സാധാരണ CNG കാർ പൊട്ടിത്തെറിച്ച് സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം മാത്രമേ ഇനി ആവശ്യം വരേണ്ടതുള്ളൂ സജിത്ത്. കാരണം അത്രയേറെ വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കാരണം ഈ അനന്തനാഗിലെ ആശുപത്രിയിൽ നിന്ന് തോക്കുകൾ കണ്ടുപിടിച്ചതടക്കം, അതുമാത്രമല്ല ഈ മുസമ്മൽ ഗനയിൽ എന്ന് പറയുന്ന ആളും ഇപ്പോൾ മരണപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന ഈ ഉമർ നബിയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം വളരെ സംശയാസ്പദമാണ്. പ്രത്യേകിച്ച് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന 5 ഡോക്ടർമാർ, ഈ 5 പേരല്ലാണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതടക്കമുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസിന് ലഭിച്ച വിവരങ്ങളിൽ വളരെ ചുരുക്കം ചില വിവരങ്ങൾ മാത്രമാണ് നമ്മൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിനും എത്രയോ അപ്പുറമാണ് പോലീസിനും NIA-ക്കും ലഭിച്ചിരിക്കുന്നത് വിവരങ്ങൾ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൃത്യമായ വിവരങ്ങൾ, ഇതിൻ്റെ പിന്നിൽ ആരാണ്, ചെങ്കോട്ടയിൽ നടന്ന ഇത്തരത്തിലൊരു ആക്രമണം, ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നുള്ള കൃത്യമായ വിവരം ഇതിനോടകം തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമുക്കറിയാം, രാവിലെ 9:30 ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അത് 1.5 മണിക്കൂർ തള്ളി 11 മണിയിലേക്ക് മാറ്റിയത് ചില നിർണായക വിവരങ്ങൾ, പ്രാഥമിക അന്വേഷണത്തിൻ്റെ ചില നിർണായക വിവരങ്ങൾ കൂടി ലഭിക്കാനുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ 1.5 മണിക്കൂർ കൂടി ആ മീറ്റിംഗ് തള്ളി മാറ്റിയത്. അങ്ങനെ അവർ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരുന്ന വിവരങ്ങൾ ലഭിച്ചത് കൊണ്ട് തന്നെയാവും ഇപ്പോൾ 11 മണിക്ക് ഈ മീറ്റിംഗ് നടക്കുന്നത്. നിർണായകമായ വിവരങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ വിചാരിച്ചതുപോലെ
രാജ്യത്തെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തോട് തിരിച്ചടി നൽകാൻ ഇന്ത്യ ജെയ്ഷെ മുഹമ്മദിനടക്കം നൽകിയ കനത്ത തിരിച്ചടിക്ക് അവർ പ്രതികാരം ചെയ്യാനായിട്ട് പല മേഖലകളിൽ നിന്നും ആളുകൾ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് നേരത്തെ ലഭിച്ചതാണ്. ഇന്നലെ ഫരീദാബാദിൽ നിന്ന് 2560 കിലോ അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തത് മുതൽ രാജ്യത്ത് പല മേഖലകളിലും അതീവ സുരക്ഷ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. മെട്രോ സ്റ്റേഷന്റെ സമീപം, ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ സ്റ്റേഷന്റെ മുന്നിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതിൽ 8 പേരാണ് ഇതിനോടകം മരിച്ചിരിക്കുന്നത്. അതിൽ ഈ 8 പേരിൽ ഒരാൾ ഈ പറയുന്ന ഭീകരവാദിയാണോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഇനി അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ അമ്മയുടെ ബ്ലഡ് സാമ്പിളുകൾ എടുത്തിരിക്കുന്നു. അയാളുമായി ബന്ധപ്പെട്ട് അയാളുടെ ഫാമിലിയിലെ സഹോദരങ്ങളെ, 2 സഹോദരങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അയാളുടെ കുടുംബത്തിലെ 5 പേരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ആ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എന്തായാലും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ 3 ദിവസമായി വെള്ളിയാഴ്ച മുതൽ അമ്മയോട് പറഞ്ഞത് ഇനി എന്നെ ഫോൺ വിളിക്കരുത് എന്നാണ് ഈ പ്രതി പറഞ്ഞിട്ട് അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അയാൾ പോവുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലും അതിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് NIAക്ക് ലഭിക്കും. അത് കൃത്യമായി അവർ എടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ 2020 മുതൽ പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. അയാൾ ആദ്യം അനന്തനാഗിലെ ആശുപത്രിയിലായിരുന്നു. പിന്നീടാണ് ഫരീദാബാദിലെ അൽഫലായിലേക്ക് എത്തുന്നത്. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഒരു അധ്യാപകൻ കൂടിയാണ്, ഒരു ഡോക്ടറാണ്, അധ്യാപകനാണ്. അവിടെ സ്റ്റുഡൻസിനെ, MBBS സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ ഇയാളുടെ വലയിൽ എത്ര ആളുകൾ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷണ പരിധിയിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുമായി ചാറ്റ് ചെയ്തിരുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെ പോലീസ് സംശയ നിഴലിലാക്കും. അതിനുശേഷം അവരുമായി ചോദ്യം ചെയ്യലുണ്ടാകും. അതിൽ നിന്നടക്കം ഇതിനോടകം തന്നെ ഒരുപക്ഷെ നിരവധി പേരെ സസ്പെക്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ കാർ അവസാനം, ഈ പൊട്ടിത്തെറിച്ച് i20 കാർ അവസാനമായി വാങ്ങിച്ച താരിഖ് എന്ന് പറയുന്ന ആളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാളിൽ നിന്നടക്കം നിർണായകമായ വിവരം ലഭിച്ചിട്ടുണ്ടാകും. എന്തായാലും പുൽവാമ, ജമ്മു കാശ്മീർ, ഹരിയാന, ഗുജറാത്ത്, ഡൽഹി തുടങ്ങിയിട്ടുള്ള ഈ സംഘത്തിന്റെ കണ്ണികൾ നീണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അഭിലാഷം മടങ്ങി വരാം. തന്ത്രപ്രധാനമായ യോഗം ആരംഭിച്ചിരിക്കുന്നു. 11 മണിക്ക് നിശ്ചയിച്ച യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമിത്ഷായുടെ അധ്യക്ഷതയിൽ നിർണായകമായ കണ്ടെത്തലുകൾക്കും വിലയിരുത്തലുകളിലേക്കും യോഗം കിടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. നാളെ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. നാളെ വൈകിട്ട് 5:30 ഈ യോഗം ചേരും. ഇപ്പോൾ ഭൂട്ടാനിലുള്ള പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മടങ്ങിയെത്തുമെന്നതാണ്. ഒരുപക്ഷെ അത് സ്വാഭാവിക യോഗമാണോ അതല്ല ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായി അടിയന്തരമായി വിളിച്ചു ചേർക്കുന്ന മന്ത്രിസഭാ യോഗമാണോ എന്ന കാര്യത്തിൽ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ജേക്കബ് തരകൻ നമുക്കൊപ്പം ചേരും. ശ്രീ ജേക്കബ് തരകൻ, രാജ്യം അതീവ ജാഗ്രതയിലാണ്. പല ഘട്ടങ്ങളിലും പല തരത്തിലുള്ള ഭീകരവാദി ആക്രമണങ്ങളെ അതിജീവിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. നമുക്ക് അനുഭവങ്ങൾ പലതുണ്ട്. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂറിനൊരു മറുപടി ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പൊതുവിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ഇവിടെ ഭീകരാക്രമണം ഉണ്ടാകും.